നമസ്കാരം എല്ലാവർക്കും കാർഡ്സ് ഓഫ് ഷിരിയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഉടനെ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നാണ്. യൂണിവേഴ്സിൻ്റെ ഗൈഡൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും നമുക്ക് നോക്കാം. ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന സ്പ്രെഡ് ഇതാണ്. ബോട്ടം ഓഫ് ദ ഡെക്ക് കിട്ടിയിരിക്കുന്നത് 6 ഓഫ് സോർഡ്സ് ആണ്. നിങ്ങൾ ഇപ്പോൾ ആയിരിക്കുന്ന സാഹചര്യത്തിൽ നിന്നിട്ട് മൂവ് ഓൺ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു എന്നാണ് പറയുന്നത്. നിങ്ങളിപ്പോൾ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നതെന്നുണ്ടെങ്കിൽ ആ സാഹചര്യത്തിൽ നിന്നിട്ട് നിങ്ങൾ മൂവ് ഓൺ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു. നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തോടൊപ്പം തന്നെ ഒരു സുരക്ഷിതമായ സ്ഥലത്തേക്ക്, അല്ലെങ്കിൽ ഒരു സുരക്ഷിതമായ ജോലി, അങ്ങനെ ഒരു നല്ലൊരു ജീവിതത്തിൽ ഒരു പുരോഗതിക്ക് വേണ്ടിയിട്ടുള്ള ഒരു മാറ്റം അനിവാര്യമായിട്ട് നിങ്ങൾക്ക് വന്നിരിക്കുന്നു. നിങ്ങൾ ആ ഒരു മാറ്റത്തിന് തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾ അങ്ങനെ മാറാനായിട്ട് പോകുന്നു എന്നാണ് പറയുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പരിവർത്തനം സംഭവിക്കുന്നു, ഒരു മാറ്റം സംഭവിക്കുന്നു എന്നാണ് പറയുന്നത്. ആദ്യത്തെ കാർഡ് നമുക്ക് കിട്ടിക്കുന്നത് 2 ഓഫ് വാൺസ് ആണ്. അതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കുറേ കാര്യങ്ങൾ വളരെ വ്യക്തതയോട് കൂടിയിട്ട് കാര്യങ്ങളെ മനസ്സിലാക്കാനും ഒരു ദീർഘവീക്ഷണത്തോട് കൂടിയിട്ട് നിങ്ങൾ ആ കാര്യങ്ങളെ പഠിക്കാനും ശ്രമിക്കുന്നു എന്നാണ് പറയുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നത് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ടും നിങ്ങൾക്ക് എന്താണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നതിനെ കുറിച്ചിട്ടൊക്കെ നിങ്ങൾ വളരെ കൃത്യതയോടെ പഠിക്കാൻ ശ്രമിക്കുന്നു, മനസ്സിലാക്കുന്നു എന്നാണ് പറയുന്നത്. അടുത്ത കാർഡ് വന്നിരിക്കുന്നത് ദി ലവേഴ്സ് ആണ്. നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങളുടെ സോൾമേറ്റ്, അല്ലെങ്കിൽ നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം എന്നൊക്കെ പറയുന്ന ആ ഒരു നിങ്ങളുടെ സോൾ കണക്ഷൻ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു എന്നാണ് പറയുന്നത്. അതായത് ഏഞ്ചൽസിൻ്റെ ബ്ലെസ്സിങ്സോട് കൂടിയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ്, ഒന്നുകിൽ നിങ്ങൾക്ക് ഓൾറെഡി അത് ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരു പുതിയ റിലേഷൻഷിപ്പ്. ഇപ്പോൾ റിലേഷൻഷിപ്പ് ഇല്ലാത്ത വ്യക്തികളൊക്കെ ആണെങ്കിൽ കാണുന്നതെങ്കിൽ അവർക്കൊരു സോൾ കണക്ഷൻ നിങ്ങളിലേക്ക് വരാനായിട്ട് സമയമായിട്ടുണ്ട്. ആ സോൾ കണക്ഷൻ വരുന്നു. അല്ലെങ്കിൽ ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വളരെ നല്ല രീതിയിൽ ഇപ്പോൾ എന്തെങ്കിലും വിഷമത്തിലേക്കൂടെയൊക്കെ പോകുന്നുണ്ടെങ്കിൽ തന്നെയും വളരെ നല്ല രീതിയിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരികയും നല്ലൊരു യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സോട് കൂടിയിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് നിങ്ങൾക്ക് രണ്ടുപേർക്കും സാധിക്കുകയും ചെയ്യും എന്നാണ് പറയുന്നത്. നിങ്ങൾ വിദേശത്ത് പോകാനൊക്കെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അത് സാധിക്കാനുള്ള സാഹചര്യവും വരുന്നു എന്നാണ് പറയുന്നത്. ഒരു 3 ഓഫ് വാണ്ടാണ്. അത് നിങ്ങൾക്ക് ഒരു പോസിബിലിറ്റിയാണ്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ നോക്കുന്നത്, നിങ്ങൾക്ക് ഉയർച്ചയിലേക്കാണ് നിങ്ങൾ നോക്കുന്നത്. നിങ്ങൾക്ക് വളരെ അഭിവൃദ്ധി ഉണ്ടാവാനായിട്ടുള്ള സാഹചര്യങ്ങൾ, അല്ലെങ്കിൽ വിദേശ യാത്ര, അല്ലെങ്കിൽ വിദേശത്തെ തൊഴിലന്വേഷിക്കുന്നവർക്കാണെങ്കിൽ അതൊക്കെ ലഭിക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ വരുന്നുണ്ട് എന്നാണ് പറയുന്നത്. അടുത്ത കാർഡ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഹെയറഫൻ്റ് ആണ്. നിങ്ങൾ വിവാഹം ഒക്കെ ആവാനായിട്ട് കാത്തിരിക്കുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങളുടെ ആ സോൾ കണക്ഷനുമായിട്ടുള്ള വിവാഹമൊക്കെ നടക്കാനുള്ള സാഹചര്യങ്ങൾ വരാൻ പോകുന്നുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ലൈഫിൽ ഒരു മാറ്റം വരാനായിട്ട് പോകുന്നുണ്ട്. ഒരു ഹെയറഫൻ്റിൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ നിങ്ങൾ മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങൾ, നിങ്ങളെക്കാളും അറിവും കാര്യങ്ങളൊക്കെയുള്ള വ്യക്തികൾ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കാനൊക്കെ ശ്രമിക്കുന്നതാണ് പറയുന്നത്. അങ്ങനെ നിങ്ങൾ ശ്രമിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് പുരോഗതി ഉണ്ടാവും എന്നാണ് പറയുന്നത്. എന്നാൽ ചില കാര്യങ്ങളിൽ 8 ഓഫ് വാൺസ് ആണ് അടുത്ത കാർഡ്. 8 ഓഫ് വാൺസ് റിവേഴ്സ് ആണ് കിട്ടിയിരുന്നത്. ചില കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഒരു മന്ദഗതി അനുഭവപ്പെടാനായിട്ടും സാധ്യതയുണ്ട്. നിങ്ങൾക്ക് ഇതൊക്കെ പെട്ടെന്ന് വരുമ്പോഴും നിങ്ങൾക്ക് ചില കാര്യങ്ങൾ നീണ്ടുപോകാനായിട്ട്, അല്ലെങ്കിൽ അങ്ങനെ ലാഗായി പോകാനായിട്ടുള്ള സാഹചര്യങ്ങളും വരുന്നുണ്ട്. അതൊന്ന് ശ്രദ്ധിക്കണം എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് അടുത്ത കാർഡ് കിട്ടിയിരിക്കുന്നത് 9 ഓഫ് വാൺസ് ആണ്. നിങ്ങൾക്ക് എല്ലാം ലഭിക്കും എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിലേക്ക് ലഭിക്കും എന്നാണ് പറയുന്നത്. എന്നാലും നിങ്ങൾക്ക് അവിടെ എന്തെങ്കിലും ഒരു നെഗറ്റീവായിട്ടുള്ള മൈൻഡ് നിങ്ങളിലേക്ക് വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. നിങ്ങൾ ഒരു സന്തോഷക്കുറവ് നിങ്ങൾക്ക് അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട്. ആ ഒരു സന്തോഷക്കുറവ് നിങ്ങൾ കൊണ്ടുവരാതെ നിങ്ങൾ പോസിറ്റീവായിട്ട് ചിന്തിച്ച് മുന്നോട്ട് പോകണം എന്നാണ് പറയുന്നത്. അടുത്ത നമുക്ക് കിട്ടിയിരിക്കുന്നത് ക്വീൻ ഓഫ് കപ്സ് ആണ്. നിങ്ങളിലേക്ക് വളരെയധികം ഒരു അനുകമ്പയുള്ള വളരെ സ്നേഹത്തോടു കൂടി, വളരെ സന്തോഷത്തോടു കൂടിയിട്ടുള്ള ഒരു പങ്കാളിയാണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത്. സ്നേഹത്തിൻ്റെ രാജ്ഞി എന്നൊക്കെ പറയുന്ന രീതിയിൽ നിങ്ങളെ വളരെയധികം പരിപോഷിപ്പിക്കുന്ന, സ്നേഹം കൊണ്ട് നിങ്ങളെ മാറ്റാൻ സാധിക്കുന്ന ഒരു വ്യക്തിയുടെ സ്നേഹമാണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത്. നിങ്ങളുടെ ലൈഫിൽ പല കാര്യങ്ങളും നിങ്ങൾ ബാലൻസ് ചെയ്യേണ്ടതായിട്ട് വരും എന്നാണ് പറയുന്നത്. നിങ്ങളുടെ ലൈഫിൽ, അതായത് റിലേഷൻഷിപ്പിലായാലും സാമ്പത്തികമായാലും എല്ലാ കാര്യങ്ങളും നിങ്ങൾ വളരെ നല്ല കൃത്യതയോട് കൂടിയിട്ട് ബാലൻസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം എന്നാണ് പറയുന്നത്. നല്ല കൃത്യമായിട്ട് കാര്യങ്ങളെല്ലാം ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണം. നിങ്ങൾക്ക് യൂണിവേഴ്സിൻ്റെ ഒരു ബ്ലെസ്സിങ്സ്, യൂണിവേഴ്സിൻ്റെ ഒരു സപ്പോർട്ട് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവും എന്നാണ് ടെമ്പറൻസ് പറയുന്നത്.
ഇത് സ്റ്റാർ ആണ് അടുത്ത കാർഡ്. സ്റ്റാർ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഒരു പുതിയ തുടക്കം അല്ലെങ്കിൽ കൂടുതൽ ഒരു പരിപോഷിപ്പിക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് ഉയർന്നു വരാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യും. നിങ്ങളുടെ ലൈഫിൽ ഒരു പുരോഗതി ഉണ്ടാവാനായിട്ടുള്ള ഒരു സാഹചര്യമൊക്കെ വരുന്നു എന്നാണ് പറയുന്നത്. അടുത്ത കാർഡ് പറയുന്നത് ദ ഫൂളാണ്. ഫൂൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ പുതിയ രീതിയിൽ നിങ്ങൾ ചിന്തിക്കുകയും ഒരു പുതിയ മനുഷ്യനായിട്ട് രൂപാന്തരപ്പെട്ട് നിങ്ങളുടെ ഒരു ടെൻഷൻ ഫ്രീ ആയിട്ടുള്ള ഒരു രീതിയിൽ നിങ്ങൾ മുന്നോട്ട് പോകാനായിട്ട്, നിങ്ങളുടെ ദുഃഖങ്ങളെല്ലാം മാറ്റി വെച്ചിട്ട് നിങ്ങൾ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകാനായിട്ട് തീരുമാനിക്കുകയും മുന്നോട്ട് പോവുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഒരു ആരുടെയെങ്കിലും ഒരു അഡ്വൈസ് കിട്ടാനായിട്ട്, നിങ്ങളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന, നിങ്ങളോട് നന്ദിയുള്ള ഒരു വ്യക്തി നിങ്ങൾക്ക് അഡ്വൈസ് തരികയും ആ അഡ്വൈസ് നിങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ, കാരണം നിങ്ങൾ മുന്നിലുള്ള അപകടങ്ങളെ കാണാതെ മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയായിട്ടാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിങ്ങൾക്ക് യൂണിവേഴ്സിലെ ബ്ലെസ്സിങ്സ് എല്ലാം തന്നെ ഉണ്ടെങ്കിലും നിങ്ങൾ വളരെ കെയർലെസ് ആയിട്ട് മുന്നോട്ട് ഒരു പുതിയ ഇതിൽ വന്നിട്ട് കെയർലെസ് ആയിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള വലിയ തകർച്ച ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതാണ് ദി ടവർ കാർഡ് സൂചിപ്പിക്കുന്നത്. നിങ്ങൾക്ക് വലിയ തകർച്ച അതിലൂടെ വരും. നിങ്ങൾക്ക് ഈ അഡ്വൈസ് തരുന്ന ആ വ്യക്തി നിങ്ങളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ നന്മ മാത്രം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി നിങ്ങൾക്ക് അഡ്വൈസ് തരുന്നതായിരിക്കും. ആ അഡ്വൈസ് തരുന്നത് നിങ്ങൾ സ്വീകരിക്കണം എന്നാണ് പറയുന്നത്. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് ഈ ദി ടവർ എന്ന കാർഡിൻ്റെ ആ ഒരു അനുഭവമായിരിക്കും ലഭിക്കുക. അതായത് വലിയൊരു തകർച്ച, അതിൽ നിന്നിട്ട് നിങ്ങൾ ഒരു ട്രാപ്പിലകപ്പെട്ട പോലെ ഒരു വിക്ടിം മെൻറ്റാലിറ്റിയിലൂടെയൊക്കെ നിങ്ങൾ മുന്നോട്ട് പോകാനുള്ള സാധ്യതയുണ്ടെന്നാണ് ഈ 8 ഓഫ് സോൾസ് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഒരു പുതിയ കാര്യങ്ങൾ പുതിയ രൂപത്തിലൊക്കെ നിങ്ങൾ തുടങ്ങാൻ പോകുന്നുണ്ട്. നിങ്ങൾ വളരെ കോൺഫിഡൻറ്റോട് കൂടിയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ തുടങ്ങാൻ പോകുന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ കൂടുതൽ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങളുടെ ലൈഫിൽ വരുന്ന ഈ മാറ്റങ്ങളെ കുറിച്ചിട്ട് നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ടെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾക്ക് അഡ്വൈസ് തരുന്ന ആ വ്യക്തിയെ നിങ്ങളൊന്ന് കേൾക്കണമെന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ 2 കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ വന്നു കഴിയുമ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റിലായിരിക്കാം, അല്ലെങ്കിൽ കരിയറിലായിരിക്കാം അങ്ങനെയൊക്കെ എന്തെങ്കിലും സംഭവിക്കാനായിട്ട് പോകുന്നത്. ഇൻവെസ്റ്റ്മെൻറ്റിലാണെങ്കിൽ നിങ്ങൾ ആ ഒരു ഇത് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയാത്ത രീതിയിൽ, വളരെ വേഗത്തിലൊന്നും നിങ്ങൾക്ക് കിട്ടാത്ത രീതിയിൽ നിങ്ങൾ വെറുതെ വെയിറ്റ് ചെയ്തിരിക്കേണ്ടതായിട്ട് വരുന്നതാണ് 7 ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത്. നിങ്ങൾക്ക് അതുകൊണ്ട് ഉപകാരം പെടാത്ത രീതിയിൽ ഇരിക്കേണ്ട ഒരവസ്ഥ, വളരെ പെട്ടെന്ന് നിങ്ങൾക്കത് ഒരു സാമ്പത്തിക അത്യാവശ്യം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് പെട്ടെന്ന് എടുത്ത് ഉപയോഗിക്കാൻ സാധിക്കാത്ത രീതിയിൽ പണം മറ്റൊരു രീതിയിൽ ആയിപ്പോകും എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അത് നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിങ് ഓഫ് വാണ്ടാണ് വരുന്നത്. നിങ്ങൾക്ക് വളരെ ഒരു മാറ്റം നിങ്ങളുടെ ലൈഫിൽ വരുന്നു എന്നാണ് പറയുന്നത്. നിങ്ങളുടെ ലൈഫിൽ കുറേ കാര്യങ്ങൾ നേടിയെടുക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. പേജ് ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത് സാമ്പത്തിക പുരോഗതിയും, നിങ്ങൾ എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും വളരെ ശ്രദ്ധയോടെ കെയർഫുള്ളായിട്ട് നിങ്ങൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും നിങ്ങൾക്ക് സാമ്പത്തിക പുരോഗതി ഉണ്ടാവും. ഒരു സാമ്പത്തിക നേട്ടങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിലുണ്ടാവും. നിങ്ങളുടെ ലൈഫിൽ എല്ലാ കാര്യങ്ങളും ഒരു പുരോഗതിയോടുകൂടിയൊക്കെ പോകും എന്നാണ് പറയുന്നത്. നിങ്ങൾ വളരെ കുറച്ച് കാര്യങ്ങൾ, ഒരു കുറച്ച് നാളുകൾക്ക് നിങ്ങളുടെ പുതിയ തുടക്കങ്ങളിലെ കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് അഡ്വൈസ് തേടേണ്ട സാഹചര്യത്തിൽ തേടേണ്ട ആളുകളോട് നിങ്ങൾ തേടി മുന്നോട്ട് പോകുക മാത്രമാണ് നിങ്ങളിപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം. ബാക്കിയെല്ലാം വളരെ സന്തോഷകരമായിട്ടുള്ള വളരെ നല്ല കാഴ്ചയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇതിലെ പോസിറ്റീവ്സിനെ മാത്രം നിങ്ങളുടെ ലൈഫിലേക്ക് എടുക്കുക, നെഗറ്റീവിനെ വിട്ട് കളഞ്ഞേക്കുക. ആ നെഗറ്റീവിനെ ലൈഫിലേക്ക് കൊണ്ടുവരാതെ ഇരിക്കാൻ ശ്രമിക്കുക. പോസിറ്റീവായിട്ട് മാത്രം തിങ്ക് ചെയ്യുക. മെഡിറ്റേഷനൊക്കെ ചെയ്ത് നിങ്ങളുടെ ലൈഫിൽ നല്ല കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോവുക. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ നല്ല കാര്യങ്ങൾ മാത്രമേ വരുള്ളൂ. നിങ്ങൾ മോശം കാര്യങ്ങൾ ഈ കാർഡ്സ് എടുക്കുമ്പോഴായാലും അത് നിങ്ങൾക്കാണെന്ന് നിങ്ങൾ ചിന്തിക്കാതെ അതിന് വേണ്ടിയിട്ടുള്ള നമ്മൾ നേരത്തെ കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനൊരു മുൻകരുതലെടുത്ത് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു നെഗറ്റീവായിട്ടുള്ള കാര്യം നമ്മുടെ ലൈഫിൽ സംഭവിക്കാതിരിക്കാനായിട്ടും സാധിക്കും എന്നാണ് പറയുന്നത്. അതാണ് ഈ ടാരറ്റ് കാർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് തന്നെ. അതുകൊണ്ട് നിങ്ങൾ എന്ത് കാര്യങ്ങൾ തുടങ്ങുമ്പോഴായാലും നിങ്ങളുടെ ലൈഫിൽ ഏത് രീതിയിലുള്ള കാര്യങ്ങളാണ് തുടങ്ങുമ്പോഴും നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട, അല്ലെങ്കിൽ നിങ്ങളെ ഏറ്റവും പ്രിയപ്പെട്ടവരായി കാണുന്നവരുടെ അഡ്വൈസ് എടുത്ത് മുന്നോട്ട് കാല് വയ്ക്കുമ്പോൾ വളരെ സൂക്ഷ്മതയോടെ കാലെടുത്ത് വയ്ക്കാനായിട്ട് സ്റ്റെപ്പ് വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കുക എന്നാണ് പറയുന്നത്. അത്രമാത്രം നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൊരു കാര്യമുള്ളൂ. ബാക്കിയെല്ലാം നിങ്ങൾക്ക് വളരെ നല്ല അനുഭവങ്ങളാണ് വരാൻ പോകുന്നത്. താങ്ക് യു.